2026 സംബന്ധിച്ചിടത്തോളം ഏതൊരു വീടിന്റെയും കെട്ടിടത്തിന്റെയും സ്ഥാപനത്തിന്റെയും തെക്കിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് യെല്ലോ സ്റ്റാർ 5 ആണ്. അപ്പൊ നമുക്കറിയാം ഫെങ്ഷുയിലെ ഓരോ നമ്പറുകൾക്കും ഓരോ സ്റ്റാറുകൾക്കും ഓരോ എനർജി ഉണ്ട്. അത് വന്നെത്തുന്ന ഡയറക്ഷൻസിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി അത് കാണിക്കും. ഇപ്പൊ നമുക്കറിയാം നല്ല സ്റ്റാറും ഉണ്ട്, മോശം സ്റ്റാറും ഉണ്ട്. ഉദാഹരണത്തിന് 9 എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു വെൽത്ത് സ്റ്റാർ ആണ്. അത് 2026 വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. അതേസമയം ഏറ്റവും മോശം സ്റ്റാർ ആയിട്ടുള്ള 5 വന്ന് നിൽക്കുന്നത് സൗത്തിലാണ്. ഇത് നമുക്ക് പലതരത്തിലുള്ള കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. ടോട്ടൽ ലോസ് എന്നാണ് ഈ സ്റ്റാറിന്റെ പേര്. അപ്പൊ നമുക്ക് സൗത്തിൽ ടോട്ടൽ ലോസ് വന്ന് നിൽക്കുമ്പോൾ അവിടെ ചെയ്തു കൂടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, അവിടെ സൗത്തിൽ ഈ വർഷം ഒരു തരത്തിലുള്ള പുതുക്കി പണികളോ അല്ലെങ്കിൽ മറ്റൊരു പണികളോ സൗത്തിൽ ഒരു ആണി പോലും അടിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ സൗത്ത് ഡയറക്ഷനിൽ ഈ വർഷം ഒന്നും ചെയ്യാൻ പാടില്ല. രണ്ട്, അവിടെ എൻട്രൻസോ ബെഡ്റൂമോ ഉണ്ടെങ്കിൽ അവിടെ റെഡ്, ഓറഞ്ച്, പിങ്ക് എന്നീ നിറങ്ങൾ അവിടെ ഈ വർഷം പാടില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. യെല്ലോയും ബ്രൗണും പാടില്ല. റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ബ്രൗൺ എന്നീ നിറങ്ങൾ അവിടെ പാടില്ല. അതുപോലെ തന്നെ അവിടെ തീ ഇടാൻ പാടില്ല. അതുപോലെ ആ ഭാഗത്ത് നമുക്ക് എർത്തിൻ്റെതായിട്ടുള്ള എനർജി കൊണ്ടുവരാൻ പാടില്ല. എർത്ത് എനർജി ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? എർത്ത് പോട്ടുകൾ, ക്രിസ്റ്റൽ ബോളുകൾ, റെഡ് ലൈറ്റ് എന്നിവ ഈ വർഷം സൗത്തിൽ പാടില്ല. സൗത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ എനർജി നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ചും ബ്രാസ് ഐറ്റംസ്, ഓട്ടുരുളി, നിലവിളക്ക്, കിണ്ടി അങ്ങനെയുള്ള ബ്രാസ് പാത്രങ്ങൾ നമുക്ക് സൗത്തിൽ ഈ വർഷം വെക്കുന്നത് ദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ തന്നെ 6 റോഡുള്ള വിൻചെയിൻ നമുക്ക് ഈ വർഷം സൗത്തിൽ വെക്കുന്നതും നമുക്ക് ഇതിനൊരു പരിഹാരമാണ്. അതുപോലെ 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതും നമുക്ക് ഈ വർഷം ഈ ഭാഗത്ത് വെക്കുന്നത് നമുക്ക് പരിഹാരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഒരു അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് വാട്ടർ ക്യൂറാണ്. അതായത് ഒരു ചില്ല് കുപ്പിക്കകത്ത് നിറച്ച് കല്ലുപ്പിട്ട് ചൈനീസ് കോയിന് വിട്ട് സൗത്തിൽ വെക്കുന്ന ഒരു മെത്തേഡാണ് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തതായിട്ടുള്ള ആദ്യം പറഞ്ഞ സംഭവങ്ങൾ അത്രയും അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വർഷം തെക്ക് ദർശനമായ വീട്ടുകാർക്കും തെക്കില് പ്രധാന ബെഡ്റൂം ഉള്ളവർക്കും നേരിടേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രശ്നത്തെ പരമാവധി ലഘൂകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഫെങ്ഷുയിലെ ചില ടൂളുകൾ നോക്കാം. ഇതൊരു മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തൊരു വിഷ് എഴുതി നമുക്ക് എവിടെ സൂക്ഷിക്കാം? നോർത്തിൽ സൂക്ഷിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ്. ഇത് പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റാച്യു എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ബുദ്ധയാണ്. കുട്ടികളും ബുദ്ധിയായിട്ടിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ഇത് നമുക്ക് ബെസ്റ്റ് ഭാഗത്ത് വെക്കാം കുട്ടികളില്ലാത്ത കപ്പിൾസിന്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് മാൻഡേരിയൻ ഡക്കിന്റെ സ്റ്റാച്യു വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.